Welcome to Competitive Cracker. സെറ്റ് എക്സാം ഇങ്ങനെ വന്നു അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്ത് കാണും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് എക്സാമിൻ്റെ ഓരോ ഏരിയയും പഠിച്ചാൽ മാത്രമാണ് സെറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. സെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും അതിനോടനുബന്ധിച്ച് ചോദിച്ചിട്ടുള്ള 2-3 MCQs ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് തന്നെ ഇരിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് കൊമേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. സെറ്റ് എക്സാമിന് നിങ്ങൾക്കറിയാം അക്കൗണ്ടിങ് ഏരിയയിൽ തന്നെ എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റിങ്ങിൽ നിന്ന് എല്ലാ വേളയും ധാരാളം ക്വസ്റ്റ്യനുകൾ നമ്മൾ കണ്ടുവരുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കോസ്റ്റിംഗ് മെത്തേഡുകളുണ്ട്, കോസ്റ്റിംഗ് ടെക്നിക്സുകളുണ്ട്. അതിൽ തന്നെ കോസ്റ്റിംഗ് മെത്തേഡ്സ് ടെക്നിക്സ് ഒന്നും തന്നെ നമ്മൾ വിട്ടുകളയരുത്. എല്ലാ ഏരിയയും കവർ ചെയ്ത് തന്നെ പഠിക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഒരൊറ്റ മെത്തേഡാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഓർത്ത് വെക്കണം കേട്ടോ. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇതെന്തല്ല, ടെക്നിക്കല്ല കേട്ടോ. ഇപ്പം മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. എന്തല്ല ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല. ഒരു തവണത്തെ സെറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, ടെക്നിക് ആണോ അതോ മെത്തേഡ് ആണോ എന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ബാക്കി പ്രോസസ് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗ് അങ്ങനെയുള്ളതൊക്കെ എന്താണ്? മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടെക്നിക്കാണ്, കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇത് പ്രോസസ് കോസ്റ്റിംഗ് അതുപോലുള്ള മറ്റ് കോസ്റ്റിംഗ് ഒക്കെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗ് ആണ്. എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. The process costing is a method of costing used to ascertain the cost of products at each stage of manufacture or process is called process costing. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും അല്ലേ? ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോയായിരിക്കും അതെന്തായി മാറുന്നത്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ആയിട്ടും വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടും അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടായിരിക്കും. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടായിരിക്കും അത് എന്തായിട്ട് മാറുന്നത്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറുന്നത്. ഇതിൽ ഓരോ പ്രോസസ്സിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേജസിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിന് പറയുന്ന പേരാണെന്ത്? പ്രോസസ് കോസ്റ്റിംഗ്. ഇനി എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് യൂണിഫോം പ്രൊഡക്ട്സ്. അതായത് ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസ്സായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക മാസ് പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെയാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് മാസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസ്, യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ മാസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസ് ആണ് ഏത് യൂസ് ചെയ്യുന്നത്? പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചോണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിന് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അതായത് എന്താണ്? പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് യൂണിഫോം പ്രൊഡക്ട്സ്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന്. ആദ്യത്തേതാണ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. ആ പ്രോസസ് കോസ്റ്റിംഗിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒന്നായിരിക്കും. ഇനി എന്താണ്? ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് ഈസ് യൂണിഫോം അല്ലെ? ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യൂണിഫോം ആയിരിക്കും, ഒരേപോലെ തന്നെയായിരിക്കും. ഇനി എന്താണ്? ഡിഫറെന്റ് പ്രൊഡക്ട്സ് വിത്ത് ഓർ വിത്തൗട്ട് ബൈ പ്രൊഡക്ട്സ് with or without byproducts is simultaneously produced during the process. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു പ്രൊഡക്ഷന്റെ സമയത്ത് എന്താണ്? ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ഉള്ള സാധ്യതകളുണ്ട്. ബൈ പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, അതായത് നമ്മൾ പ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സ്റ്റേജുകളിൽ എന്താണ്? ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്ത് വെച്ചോണം. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും, ഔട്ട്പുട്ട് യൂണിഫോം ആയിരിക്കും, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് വിത്ത് ഓർ വിത്തൗട്ട് ബൈ പ്രൊഡക്ട്സ് ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഈച്ച് പ്രോസസ്.
അടുത്തത് ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ദ ഇൻപുട്ട് ഓഫ് അനദർ പ്രോസസ് ടിൽ ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ, അതായത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് സ്റ്റേജിലൂടെയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിൻ്റെ എന്തായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും. ഓർത്ത് വെച്ചോണം, ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് ആയിരിക്കും. ഇത് എവിടെ വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴാണോ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അവിടെ വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രോസസ് 1ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ് 2ൻ്റെ എന്തായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും. പ്രോസസ് 2ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ് 3യുടെ ഇൻപുട്ട് ആയിരിക്കും. ഇത് എവിടെ വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും? ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എപ്പം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി എപ്പോൾ മാറുന്നോ അവിടെ വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്താണ്? അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ ലോസസ് അറൈസസ് ഫോർ ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിലും എന്താണ്? അവോയ്ഡബിൾ ആയിട്ടുള്ളതും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലോസസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് അടുത്ത് പറഞ്ഞത്. അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ ലോസസ് ആർ അറൈസസ് ഈച്ച് പ്രോസസ്. ഇനി എക്സാമ്പിൾസ് ആണ് തന്നേക്കുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ്? ഷുഗർ, പേപ്പർ, അതുപോലെ സ്റ്റീല്, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, സിമെന്റ്സ്, ഈ റിഫൈനറി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം മാസ് ആയിട്ട് യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് എല്ലാം യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ക്ലിയർ ആണല്ലോ പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേജസിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അസർടൈൻ ചെയ്യുന്നതിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓരോ സ്റ്റേജസിലും അല്ലെ ഓരോ പ്രോസസ്സിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞത്. ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് പ്രോസസ്. ഇനി രണ്ടാമത്തെ, ടു ഐഡന്റിഫൈ ദ അക്കൗണ്ട് ഫോർ നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ ഒക്വയറിംഗ് ദ കോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ഈ സാഹചര്യങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? നോർമൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അക്കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ് നോർമൽ ലോസ്, എന്താണ് അബ്നോർമൽ ലോസ്, എന്താണ് അബ്നോർമൽ ഗെയിൻ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്? ഇതിന്റെ പ്രോസസ്, ഈ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിൽ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ടു അക്കൗണ്ട് ഫോർ ജോയിന്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ജോയിന്റ് പ്രൊഡക്റ്റുകളെയും ബൈ പ്രൊഡക്റ്റുകളെയും എന്ത് ചെയ്യുക? അക്കൗണ്ട് ചെയ്യുക. ഇതാണ് പ്രോസസ് കോസ്റ്റിംഗിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റുകളും ബൈ പ്രൊഡക്റ്റുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയെ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഒബ്ജക്റ്റീവ് കിട്ടിയല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഈച്ച് പ്രോസസ്സിലെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർടൈൻ ചെയ്യുക. പിന്നെ എന്താണ്? നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അതുപോലെ അബ്നോർമൽ ഗെയിൻ എന്നിവ അക്കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ജോയിന്റ് പ്രൊഡക്റ്റും ബൈ പ്രൊഡക്ട്സും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവയും എന്ത് ചെയ്യുക? അക്കൗണ്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രോസസ് ലോസുകൾ. നമ്മൾ കുറച്ച് മുമ്പേ കേട്ടു അല്ലേ? നോർമൽ ലോസ് എന്നും കേട്ടു, അബ്നോർമൽ ലോസ് എന്നും കേട്ടു. എന്താണെന്ന് നോക്കാം. The loss which is unavoidable on the account of the nature of the material is called normal process loss. അതായത് എന്താണ്? അൺഅവോയ്ഡബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോസ് ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാം. ആ മെറ്റീരിയലിന്റെ നേച്ചർ അനുസരിച്ച് ഈ ലോസ് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഉണ്ടാകും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള ലോസിനെയാണ് എന്തെന്ന് പറയുന്നത്? നോർമൽ ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതാണ്. ഓൺ അക്കൗണ്ട് ഓഫ് ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഈസ് കോൾഡ്. ആ മെറ്റീരിയലിന്റെ നേച്ചർ കൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ലോസുകളെയാണ് എന്തെന്ന് പറയുന്നത്, നോർമൽ ലോസ് എന്ന് പറയുന്നത്. അത് ആ ഒരു പ്രോസസ്സിൽ എന്തായാലും ഉണ്ടാകും, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. The cost of normal loss should be borne by the good production. ഈ നല്ല പ്രൊഡക്ഷന് എപ്പോഴും എന്താവശ്യമാണ്, കോസ്റ്റ് ഓഫ് നോർമൽ ലോസ് ആവശ്യമാണ്. നോർമൽ ലോസ് എപ്പോഴും ഉണ്ടാകും. ഒരു നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെപ്പോഴും ഉണ്ടാകും, ഒരു നോർമൽ ലോസ് ഉണ്ടായിരിക്കും. എല്ലാത്തിനകത്തും പ്രൊഡക്ഷൻ്റെ നോർമൽ ലോസ് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഡിഫറെൻറ്റ് പ്രോസസ്സിലും എല്ലാ പ്രോസസ്സിലും തന്നെ നോർമൽ ലോസ് ഉണ്ടാകും. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടായിട്ടാണ് എന്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നോർമൽ ലോസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ലോസ് വിച്ച് ഈസ് ഓവർ ആൻഡ് എബവ് ദ നോർമൽ ലോസ്. നമുക്കൊരു ലോസ് ഉണ്ടായി, അത് എന്തിനേക്കാളും കൂടുതലാണ്, നോർമൽ ലോസിനെക്കാളും കൂടുതലാണ്. ഓവർ ആൻഡ് എബവ് ദ നോർമൽ ലോസ് ആൻഡ് കോസ്ഡ് ബൈ അബ്നോർമൽ കണ്ടീഷൻ. അബ്നോർമൽ കണ്ടീഷൻ കൊണ്ട്, അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടായി നമുക്ക് എന്ത് ചെയ്യുകയാണ്, നോർമൽ ലോസിനെക്കാളും കൂടുതലായിട്ട് ലോസ് ഉണ്ടാകുകയാണെങ്കിൽ ആ ലോസിന് പറയുന്ന പേരാണ് എന്ത്, അബ്നോർമൽ ലോസ്. അബ്നോർമൽ കണ്ടീഷൻ കൊണ്ട് നോർമൽ ലോസിനേക്കാളും കൂടുതലായിട്ട് എന്ത് ഉണ്ടാകുകയാണ്, ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അബ്നോർമൽ ലോസ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തരുവാണെങ്കിൽ ലോസ് വിച്ച് ഈസ് ഓവർ ആൻഡ് എബവ് ദ നോർമൽ ലോസ് ആൻഡ് കോസ്ഡ് ബൈ അബ്നോർമൽ കണ്ടീഷൻ ഈസ് കോൾഡ് അബ്നോർമൽ ലോസ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരാം. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. ഇറ്റ് മേ ബി അറൈസ്ഡ് ഡ്യൂ ടു ദ ഏതൊക്കെ തരത്തിലാകാം, പവർ ഫെയിലിയർ, ആക്സിഡന്റ്, ഇങ്ങനെയുള്ള പല കേസസ് കൊണ്ട്. ഇതൊക്കെ എന്താണ്, അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യായിരുന്നു, അവോയ്ഡ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരുന്നു. പക്ഷെ നമ്മളൊക്കെ അത് പവർ ഫെയിലിയർ വരുമെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ജനറേറ്ററൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ എന്താണ്, ഇത്തരത്തിലുള്ള എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ മൂലം ഉണ്ടാകുന്ന ലോസസ് അത് എന്തിനേക്കാളും കൂടുതലായിരിക്കും, നോർമൽ ലോസിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ, അബ്നോർമൽ ലോസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ടിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. കിട്ടുന്ന ആൻസറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, നോർമൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കിട്ടും. ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. ക്ലിയർ ആയില്ലേ? ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് അബ്നോർമൽ പ്രോസസ് ഗെയിൻ. എന്താണ് അബ്നോർമൽ ഗെയിൻ അല്ലെ? അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്ച്വൽ പ്രോസസ് ലോസ് ഈസ് ലെസ് ദാൻ ഓർ നോർമൽ പ്രോസസ് ലോസ്. അതായത് നോർമൽ ആയിട്ടുണ്ടാകുന്ന പ്രോസസ് ലോസിനെക്കാളും കുറവാണ് ആക്ച്വൽ ആയിട്ടുണ്ടായ ലോസ് എങ്കിൽ. ആക്ച്വൽ ആയിട്ട് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന യൂണിറ്റിന് ആക്ച്വൽ ആയിട്ടുണ്ടായ ലോസ് നോർമൽ ആയിട്ടുണ്ടാകുന്ന പ്രോസസ് ലോസിനേക്കാളും കുറവാണ് എങ്കിൽ അതിനെ എന്തെന്ന് പറയാം, അബ്നോർമൽ പ്രോസസ് ഗെയിൻ എന്ന് പറയാം. അബ്നോർമൽ ഗെയിൻ അല്ലെ അബ്നോർമൽ പ്രോസസ് ഗെയിൻ എന്ന് പറയാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചോണേ, ആക്ച്വൽ പ്രോസസ് ലോസ് ലെസ് ദാൻ നോർമൽ പ്രോസസ് ലോസ് ഈസ് കോൾഡ് അബ്നോർമൽ പ്രോസസ് ഗെയിൻ. അതായത് ആക്ച്വൽ ആയിട്ടുണ്ടാകുന്ന ലോസ് നോർമൽ ആയിട്ടുണ്ടാകേണ്ട ലോസിനേക്കാളും കുറവായിട്ടാണ് എങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്, അബ്നോർമൽ പ്രോസസ് ഗെയിൻ. ഇറ്റ് മേ ബി ഡ്യൂ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദി വർക്കർ. ഇത് മിക്കവാറും ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ടായിരിക്കും ഈ അബ്നോർമൽ ഗെയിൻ ഒക്കെ ഉണ്ടാകുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി എന്താണ് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയേ. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ഒന്നുകൂടി ഓർത്ത് വെക്കുക, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ടിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും ഒക്കെ തമ്മിലുള്ള ഇക്വേഷൻ ഒക്കെ വളരെ ചെറിയ വ്യത്യാസമുള്ളത്. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റും.
ഇനി നമുക്ക് നോക്കാം എന്താണ് ജോയിന്റ് പ്രൊഡക്ട്സ്, എന്താണ് ബൈ പ്രൊഡക്ട്സ്. നമ്മൾ കേട്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. സം ഇൻഡസ്ട്രീസ് 2 or more products are simultaneously produced in the same process. ഒരേ പ്രോസസ്സിലൂടെ തന്നെ രണ്ടിലധികം പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, സൈമൾട്ടേനിയസ് ആയിട്ട് ചില ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സച്ച് പ്രൊഡക്ട്സ് മേ ബി ജോയിന്റ് പ്രൊഡക്ട്സ്, കോ പ്രൊഡക്ട്സ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾക്ക് പറയുന്ന പേരാണ് ജോയിന്റ് പ്രൊഡക്റ്റ്, കോ പ്രൊഡക്ട്സ്, ബൈ പ്രൊഡക്ട്സ് എന്ന്. അതായത് ഒരു സെയിം പ്രോസസ്സ് തന്നെ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ അകത്തുനിന്ന് തന്നെ എന്താണ് ഒന്നിലധികം പ്രൊഡക്ട്സുകൾ രൂപപ്പെടുകയാണ് എങ്കിൽ അതിനൊക്കെ പറയുന്ന പേരാണ് ജോയിന്റ് പ്രൊഡക്ട്സ്, ബൈ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ എന്താണ് കോ പ്രൊഡക്ട്സ് എന്നൊക്കെ പറയാം. നമുക്ക് ഓരോന്നും നോക്കാം. ജോയിന്റ് പ്രൊഡക്ട്സ് എന്താണ്, ജോയിന്റ് പ്രൊഡക്ട്സ് നോക്കാം. The 2 or more products of equal importance simultaneously produced from the same raw materials are called joint products. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാലെന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്തുണ്ടാക്കുന്നത്, വെണ്ണ, ഗീ, അതുപോലെ തന്നെ എന്താണ് ഐസ്ക്രീം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഏതിനാണ്, ഈ ഒരു സെയിം റോ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 or more products of equal importance, ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ടോ അതിലധികമോ പ്രൊഡക്ട്സുകൾ ഒരേ റോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുകയാണ് എങ്കിൽ അവയെ എന്തെന്ന് പറയാം, ജോയിന്റ് പ്രൊഡക്ട്സ് എന്ന് പറയാം. പഠിച്ചു വെച്ചോണം കേട്ടോ. 2 or more products of equal importance simultaneously produced from the same raw materials are called joint products. Produced from the same raw materials അല്ലേ. ഇവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എങ്ങനെയായിരിക്കും, സെയിം റോ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും. പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി ഫ്രം കോമൺ പ്രോസസ്സ്, ഒരു കോമൺ പ്രോസസ്സിലൂടെ ആയിരിക്കും ഇവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ കമ്പാരിറ്റീവ്ലി ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഇവയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചോണം. ഏതിൻ്റെയാണ്, ജോയിന്റ് പ്രൊഡക്ട്സ്. ആ മിൽക്കിൻ്റെ കാര്യം ഓർത്ത് വെച്ചാൽ ആദ്യം കേട്ടോ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് അത് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മൾ സെറ്റിൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളെ CC എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. 90 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്താണ്, ബോട്ടണിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും അതുപോലെ തന്നെ മാത്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും എക്കണോമിക്സിനും കൊമേഴ്സിനും സുവോളജിക്കും ഹിന്ദിക്കും എല്ലാം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ജനറൽ പേപ്പർ മാത്രം മതിയെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം. നമുക്ക് എന്താണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്കൊരു നല്ലൊരു ഗൈഡൻസ് കൂടി ഉണ്ടെങ്കിൽ നല്ല മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ക്ലാസ്സിൻ്റെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 90 ദിവസത്തെ ക്രാഷ് ബാച്ചാണ്. ഇപ്പം എക്സാമിന് വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പ്രയത്നം കുട്ടികൾ എല്ലാവരും തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒപ്പം നമ്മൾ ഓടിയാലേ നമുക്ക് ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും ജോയിൻ ചെയ്യുക. നമുക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ കോഴ്സിൻ്റെ ഭാഗമാകും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ജോയിന്റ് പ്രൊഡക്റ്റിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാണ്. അടുത്ത പ്രൊഡക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ബൈ പ്രൊഡക്റ്റ് അല്ലേ. ബൈ പ്രൊഡക്റ്റ് എന്താണ്, ബൈ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 or more products of small values produced simultaneously. 2 or more products of small values produced simultaneously with a products of greater value is called byproduct. അതായത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒരുപാട് വാല്യൂവിൽ നമുക്ക് ഉണ്ടാക്കണമായിരുന്നു. അത് ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് സൈമൾട്ടേനിയസ് ആയിട്ട് ചെറിയ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടായി വന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും, ഒരു മെയിൻ പ്രൊഡക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സിൽ ചെറിയ ക്വാണ്ടിറ്റി മറ്റ് ചില സാധനങ്ങൾ ഉണ്ടായി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. 1 or more products of small values produced simultaneously with the products of greater value of is called by. ഗ്രേറ്റർ വാല്യൂവിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്താണ് വേറെ 2-3 പ്രൊഡക്റ്റുകൾ അതിനോടൊപ്പം ഉണ്ടായി വന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. എ ബൈ പ്രൊഡക്റ്റ് ഈസ് എ സെക്കൻഡറി, ഓർത്ത് വെച്ചോണം, ബൈ പ്രൊഡക്റ്റ് ഈസ് എ സെക്കൻഡറി ഓർ സബ്സിഡിയറി പ്രൊഡക്ട്സ്. ബൈ പ്രൊഡക്ട്സ് എന്താണ്, ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി പ്രൊഡക്റ്റ് ആണ്. ഇൻസിഡന്റലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചർ ഓഫ് എ മെയിൻ പ്രൊഡക്റ്റ്. ഒരു മെയിൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റലി അല്ലെങ്കിൽ എന്താണ് ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു മെയിൻ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടായി വരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഈ ബൈ പ്രൊഡക്ട്സ് അഥവാ എന്താണ് സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്.
അത് വളരെ സ്മോൾ വാല്യൂ ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്കൊരു കോട്ടൺ മില്ലിൽ കോട്ടൺ ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തായിരിക്കും? കോട്ടൺ ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് ഈ കോട്ടൺ സീഡ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ കോട്ടൺ സീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എന്താണ് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്? ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു മെയിൻ ക്വാണ്ടിറ്റിയിൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് സൈഡായിട്ട് സബായിട്ട് കുറച്ച് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടായി വരും. അത്തരത്തിലുള്ളതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്താണ് കോ പ്രൊഡക്ട്സ്. കോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഓർഗനൈസേഷൻ ഓൺ ദ ഡിഫറൻറ്റ് ലൈൻസ് ഈസ് കോൾഡ് കോ പ്രൊഡക്ട്സ്. ഡിഫറൻറ്റ് ലൈനിൽ ഒരേ ഓർഗനൈസേഷൻ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻറ്റ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെയിം ഓർഗനൈസേഷൻ. ഒരേ ഓർഗനൈസേഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻറ്റ് ലൈനിൽ തന്നെ ആയിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ദ പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ എ കോമൺ പ്രോസസ്. ഇവിടെ പ്രൊഡക്ഷൻ എങ്ങനെ ആയിരിക്കില്ല? കോമൺ പ്രോസസ്സിലായിരിക്കില്ല. ആ സെൻറ്റൻസ് ഓർത്ത് വെച്ചോണം. കോ പ്രൊഡക്റ്റിന്റെ കേസിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കില്ല? ഒരു കോമൺ പ്രോസസ്സിലായിരിക്കില്ല. പക്ഷേ ബൈ പ്രൊഡക്ട്സിലും ജോയിൻ പ്രൊഡക്ട്സിലും എങ്ങനെയായിരുന്നു? കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എന്താണ് എക്സാമ്പിൾസ് ഓഫ് കോ പ്രൊഡക്ട്സ്? കോ പ്രൊഡക്ട്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബേക്കറി തന്നെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും? ഒരു ബോർമ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്ടായിരിക്കും? കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ബൺ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കോ പ്രൊഡക്ട്സിന് അല്ലേ. പിന്നെ ബേക്കറി, ബ്രെഡ്, കേക്ക്, ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചാണ് കേട്ടോ കോ പ്രൊഡക്ട്സിന് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 3 പ്രൊഡക്റ്റുകളെ പറ്റിയാണ് പറഞ്ഞത്. അത് 3 ഒന്ന് ഓർത്ത് വെച്ചോണം. ഇനി അടുത്താണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. പ്രോസസ് കോസ്റ്റിംഗിന് ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ സ്റ്റേജസുകളിൽ എന്തുണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്? ബൈ പ്രൊഡക്ട്സ്, ജോയിൻ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ബൈ പ്രൊഡക്ട്സുകളും ജോയിൻ പ്രൊഡക്ട്സുകളും ഒക്കെ എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരെന്താണ്? സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ഓർത്ത് വെക്കുക കേട്ടോ. ദ പോയിന്റ് അറ്റ് വിച്ച് ജോയിൻ പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആർ സെപ്പറേറ്റഡ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ഈസ് കോൾഡ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. എന്താണ്? മാനുഫാക്ചറിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് ആ ബൈ പ്രൊഡക്ട്സുകളെയും ജോയിൻ പ്രൊഡക്റ്റുകളെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. മാറിപ്പോരെ കേട്ടോ. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് അറ്റ് വിച്ച് ദ ജോയിൻ പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആർ സെപ്പറേറ്റഡ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ്. മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ ആ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്താണ്? ജോയിൻ പ്രൊഡക്റ്റുകളെയും ബൈ പ്രൊഡക്റ്റുകളെയും സെപ്പറേറ്റ് ചെയ്യുന്ന, മാറ്റുന്ന, രണ്ടാക്കി മാറ്റുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. എന്താണ് സബ്സിക്വന്റ് കോസ്റ്റ്? സബ്സിക്വന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ഫർദർ പ്രോസസിംഗ് ആഫ്റ്റർ ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് ജോയിൻ പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആർ കോൾഡ് സബ്സിക്വന്റ് കോസ്റ്റ്. സബ്സിക്വന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്താണ്? നമ്മൾ ആ ഒരു ബൈ പ്രൊഡക്റ്റുകളെയും ജോയിൻ പ്രൊഡക്റ്റുകളെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വന്ന് എന്ത് ചെയ്തു? മാറ്റി. അത് കഴിഞ്ഞ് പിന്നീടുള്ള പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സിക്വന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓർത്ത് വെക്കുക. കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ഫർദർ പ്രോസസിംഗ് ആഫ്റ്റർ ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ. പോയിന്റ് ഓഫ് സെപ്പറേഷന് ശേഷമുള്ള ഫർദർ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സിക്വന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചാണ് കേട്ടോ. ദ കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ഫർദർ പ്രോസസ്സിംഗ് ആഫ്റ്റർ ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് ജോയിൻ പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആർ കോൾഡ് സബ്സിക്വന്റ് കോസ്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഒരു കോൺസെപ്റ്റ്. പ്രോസസ് കോസ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയ ഏരിയ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒരു ചെറിയ ഏരിയ ആണ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഏരിയ ആണ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് നമുക്ക് അറിയാനായിട്ട് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിയാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. താഴെ തന്നേക്കുന്നവയിൽ എന്താണ് പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ നോക്കാം. ഓപ്ഷൻ എ നോക്കാം. ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ദ ഇൻപുട്ട് ഓഫ് അനദർ പ്രോസസ്. അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രോസസ്സിന്റെ ഇൻപുട്ട് ആണ്. അപ്പോൾ ഇത് ഫീച്ചർ അല്ലേ? ഫീച്ചർ ആണ്. ഇനി അടുത്തത് ചോദിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്സ് ഓഫ് കസ്റ്റമർ. കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സിലുള്ള പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണ്. അതൊരു ഫീച്ചർ അല്ലേ? ഫീച്ചർ ആയിട്ട് നമ്മൾ ആദ്യത്തെ ഫീച്ചർ ആയിട്ട് പറയുന്നത് തന്നെ എന്തായിരുന്നു? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രോസസ് കോസ്റ്റിംഗിൽ കണ്ടിന്യൂസ് ആണ്.
മൂന്നാമത്തെ നോക്കിയേ, കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ബൈ പ്രോസസ് അല്ലെ, ഓരോ പ്രോസസ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓർത്ത് വെച്ച് നോക്കിയേ, ബി അല്ലേ തെറ്റായിട്ടുള്ള ആൻസർ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്സ് ഓഫ് കസ്റ്റമർ. കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ പ്രോസസ് കോസ്റ്റിംഗിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ്. മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫീച്ചർ അല്ലാത്തത് ഈ താഴെ തന്നേക്കുന്നതിൽ ഏതിന്റെ ഫീച്ചർ അല്ലാത്ത, പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്, ബി ആണ്. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഒക്കെ കാണുമ്പം അതൊന്നും വിട്ട് കളയരുത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുവാണേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1, one of the main objective of process costing in the main ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് is to ascertain the cost of production of each process. ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാണ്, the output of each process is transferred to finished stock account. ഓരോ പ്രോസസ്സിന്റെയും ഔട്ട്പുട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കിയാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, the main objective is to the process costing മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്, ദ കോസ്റ്റ് അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് പ്രോസസ്സ്. ശരിയല്ലേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്തുകയല്ലേ ഓരോ പ്രോസസ്സിലെയും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. അങ്ങനെയാണോ, ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ പ്രോസസ് അല്ലെ. ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മറ്റൊരു പ്രോസസ്സിന്റെ ഇൻപുട്ട് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും. അപ്പോൾ ഏതാണ്, 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്. കണ്ടോ ക്വസ്റ്റ്യൻ വരുന്ന രീതി കണ്ടോ. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് ഇപ്പം നിങ്ങൾ ആ ഒരു ചെറിയൊരു ഏരിയ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനുകൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റി, ആൻസർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്, ഒരു ഏരിയ പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ തന്നെ നല്ലൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളുടെ കോഴ്സിന് ജോയിൻ ചെയ്യണം. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ ഈ കൊമേഴ്സ് സെറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എങ്കിൽ അവർക്ക് നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. മാക്സിമം ആൾക്കാരും ജോയിൻ ചെയ്യുക. ഇത്തവണത്തെ സെറ്റ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. താങ്ക്